ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പാർട്ടി നേതാക്കളുടെയും അനുയായികളുടെയും ഉജ്ജ്വല സ്വീകരണത്തോടെ ജയിലിൽ നിന്ന് ഇറങ്ങി. തീഹാർ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷമുള്ള തന്റെ ആദ്യ പരാമർശത്തിൽ വെള്ളിയാഴ്ച കെജ്രിവാൾ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളോട് പോരാടുന്നത് തുടരുമെന്ന് പറഞ്ഞു. പക്ഷേ അധികാരമില്ലാതെ മുഖ്യമന്ത്രിയായി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച അരവിന്ദ് കെജ്രിവാൾ ഏറെ നാൾ ഒരു ഭരണാധികാരിയെ ജയിലിലിടാൻ കഴിയില്ലെന്ന കാര്യത്തിൽ യോജിക്കുകയായിരുന്നു. ജയിൽ മോചിതനാകുന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ സമ്മതമില്ലാതെ ഔദ്യോഗിക കൃത്യങ്ങൾ ഒന്നും നിർവഹിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കോ പോകാനോ ഫയലുകളിൽ ഒപ്പിടാനോ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദം വേണം. ഇതോടെ ജാമ്യം ലഭിച്ചെങ്കിലും കെജ്രിവാൾ വെറും കടലാസ് മുഖ്യമന്ത്രിയായി ചുരുങ്ങി. 2022 മെയ് മാസത്തിൽ VK സക്സേന ചുമതലയേറ്റ ശേഷം ശക്തമായ മുഖ്യമന്ത്രി ഗവർണർ പോരിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. പരസ്പരമുള്ള അധികാര തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഗവർണർക്ക് പൂർണ്ണമായും വിധേയനാകേണ്ട അവസ്ഥയിൽ ഉപാധികളോടെ ആം ആദ്മി പാർട്ടിയുടെ സൈന്യാധിപൻ പുറത്തിറങ്ങുന്നത്. നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാനോ ഉത്തരവുകൾ നൽകാനോ കഴിയാത്ത വെറും പദവി മാത്രമുള്ള മുഖ്യമന്ത്രിയായി കെജ്രിവാൾ ചുരുങ്ങുകയാണ്. തന്നെ വിമർശിക്കുകയും തന്റെ അധികാരങ്ങളെ വകവെച്ചു നൽകാതിരുന്നതുമായ ഡൽഹി മുഖ്യമന്ത്രിയെ പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള അവസരമാണ് ഗവർണർക്ക് കൈവന്നിരിക്കുന്നത്. ജാമ്യം ലഭിച്ചത് വലിയ വിജയമായി AAP കൊണ്ടാടുമ്പോൾ ശക്തിയെല്ലാം ചോർന്ന മുഖ്യമന്ത്രിയായിട്ടാണ് കെജ്രിവാൾ പുറത്തിറക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. തീഹാർ ജയിലിൽ നിന്നും സ്വതന്ത്രനാകുമെങ്കിലും മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ ഇനി മുതൽ ഗവർണർ സക്സേനയുടെ തടവിലായിരിക്കും. ഇത് കെജ്രിവാളിനെയും പാർട്ടിയെയും സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ റദ്ദാക്കിയ നിർദ്ദേശങ്ങളോട് വിയോജിപ്പ് ഉണ്ടെന്നാണ് CBI അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ച ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മറ്റ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ലെന്നും അദ്ദേഹം വിധിയിൽ കൂട്ടിച്ചേർത്തു. ED കേസിൽ ജാമ്യം ലഭിച്ച കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത CBI നടപടി നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും ജസ്റ്റിസ് ഭുയാൻ തന്റെ വിധിയിൽ എഴുതി. രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം കേന്ദ്ര ഏജൻസിയെ വിമർശിച്ചു. അന്വേഷണ ഏജൻസി കൂട്ടിലടച്ച തത്തയല്ല. CBI സീസറിന്റെ ഭാര്യയെപ്പോലെ ആയിരിക്കണമെന്നും സംശയത്തിന് അതീതയാവണമെന്നും കെജ്രിവാൾ വിധിയിൽ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് നിയമപരമാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. എന്നാൽ ED കേസിൽ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ അദ്ദേഹം വിമർശിച്ചു. അറസ്റ്റ് ചെയ്ത രീതിയിലും സമയത്തിലും മാത്രമാണ് വിയോജിപ്പ് എന്ന് CBI നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിനെക്കുറിച്ച് പൊതുവേദികളിൽ പ്രസ്താവനകൾ ഒന്നും നടത്തരുതെന്ന കർശന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഡൽഹി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്.